ആശാവർക്കന്മാർ നന്നായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ, അവർക്ക് ഈ തുകയൊന്നും പോരാ, മാന്യമായിട്ടുള്ള ശമ്പളം വേണമെന്നുള്ള ഡിമാൻഡ് ശരിയാണ്. പക്ഷേ സമരം ചെയ്യേണ്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ആഫീസിന് മുന്നിലാണ്. കാരണം എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു ആശാ വർക്കേഴ്സിന്, അത് 7000 ആക്കി. അത് വേറൊരു സർക്കാരുമല്ല, ഇടതുപക്ഷ സർക്കാരാ വർദ്ധിപ്പിച്ചത്. 1000-ൽ നിന്ന് 7000 ഇൻസെന്റീവ്. ആ ഇൻസെന്റീവ് കൂടി ചേർക്കുമ്പോൾ 13000 രൂപയുണ്ട്. കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുണ്ടോ ഈ തുക? ഇനിയും വർദ്ധിപ്പിക്കണം. ഇതിന്റെ മൊത്തം ചെലവിന്റെ മറ്റേ ഒരു സ്കീമിന്റെ ഭാഗമായിട്ടാണല്ലോ വരുന്നത്. അവിടെയും 60-40 ആയുഷ്മാൻ ആരോഗ്യന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇപ്പൊ ഈ ആശാ വർക്കേഴ്സിന്. അപ്പോൾ ആശാ വർക്കേഴ്സിന് നമ്മളാണ് കൊടുക്കുന്നത്. പക്ഷെ ഇൻസെന്റീവ് കേന്ദ്രമാണ്. ഇൻസെന്റീവ് കേന്ദ്രവും സംസ്ഥാനവും കൂടിയാണ്. അലവൻസ് നമ്മുടേതാണ്. ആ അലവൻസ് ആണ് ഇപ്പൊ 100 കോടി രൂപ കുടിശ്ശികയായിട്ടുള്ളത്. സോ സമരം വേണമെന്ന്, സമരം ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇന്ത്യയിലെ മുഴുവൻ സ്കീം വർക്കേഴ്സിനെ സംഘടിപ്പിക്കുന്നത് CATU ആണ്. അവരാണ് ഏറ്റവും വലിയ സംഘടന. ശക്തമായ സമരം ഉണ്ടാവും ഈ കേന്ദ്രത്തിനെതിരായിട്ട്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല, തൊട്ടപ്പുറത്തുള്ള AG's ഓഫീസിന് മുന്നിലാണ് സമരം നടത്തിയത്. കേന്ദ്രം തരാനുള്ള പണം തരാൻ പറ. അത് ഇല്ലെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളം. സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് ഒരു കുടിശ്ശിക 3 മാസം വന്നു. അതല്ലാതെ അപ്പുറത്തേക്ക് ഏതെങ്കിലും വിരോധപരമായ നിലപാട് ഒന്നും സർക്കാരിന്. ചില കാറ്റഗറീസിന് പഞ്ചായത്തിന്റെ അല്ല, സംസ്ഥാന സർക്കാരിന് തന്നെ അനുമതി വേണ്ടെന്നുള്ള നിലപാടാണ്. ആ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഗ്രീൻ ഇതുള്ളത് കാറ്റഗറിപ്പെട്ടത്, വൈറ്റ് കാറ്റഗറിപ്പെട്ടത്, അതിന് നമ്മൾ ആരുടെ അനുഭവം വേണ്ട, അവർക്ക് തുടങ്ങാം. അതെ, അപ്പൊ അത് ആ രീതിയിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരിന് എന്തെല്ലാം നിയന്ത്രണങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്ത് അധികാരമാണിത്? അതുകൊണ്ട് ആ രീതിയിൽ തന്നെ വീക്ഷിക്കേണ്ടതില്ല. ഒന്ന്, ഈ കേന്ദ്രത്തിന്റെ ടോൾ പിരിവ് കണ്ടിട്ട് അതുപോലെ പിരിക്കാൻ പോയിടുന്ന അടുത്തിട്ടിരിക്കണം. ഒരു റവന്യൂ മോഡലിലേക്ക് തെറ്റിയിരിക്കരുത്. റവന്യൂ മോഡൽ അല്ലായിരുന്നു കിഫ്ബിയുടെ പ്രൊജക്റ്റുകൾ. 25% മാത്രമേ റവന്യൂ മോഡലുള്ളൂ. ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബോണ്ട് വായ്പ കൊടുത്തു ട്രാൻസ്ഗ്രിഡിന്, അത് അവർ തിരിച്ചടക്കണം. അവർ റവന്യൂ മോഡലിലാണ്, തിരിച്ചു കിട്ടും. നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പലതും വിൽക്കുമ്പോൾ അതിനുള്ള പണം കിട്ടുമ്പോൾ അവർ തിരിച്ച് കിഫ്ബിക്ക് തരണം. അപ്പോൾ 25% റവന്യൂ മോഡലാണ്. പക്ഷെ ബാക്കിയുള്ളത് റവന്യൂ മോഡലല്ല. നമ്മൾ സ്കൂളിന് ഫീസ് പിരിക്കാൻ പറ്റുമോ? ആശുപത്രിക്ക് പ്രത്യേകം ഫീസ് പിരിക്കാൻ പറ്റുമോ? അപ്പം അതൊന്നും അല്ല. അത് സർക്കാർ പിന്നീട് അവർക്ക് നൽകുന്ന ഗ്രാൻഡിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. അങ്ങനെയുള്ളത് കൊണ്ട് 25% ഈ റവന്യൂ മോഡലായിട്ടുള്ളത് പോലും അംഗീകരിക്കില്ല. കിഫ്ബിയുടെ മുഴുവൻ പണവും സർക്കാരിൻ്റെ വായ്പയായി കണക്കാക്കും എന്നാണ് കേന്ദ്രം പറയുന്നത്. നഹായ് ഇവിടെ പണിയുന്നു, ടോൾ ഉണ്ടെന്നുള്ളത് ശരി തന്നെ, പക്ഷേ മുഴുവൻ ടോൾ പിരിക്കുന്നില്ലല്ലോ, പാതി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതല്ലേ. എന്നിട്ട് ഇതാണ് ദേശീയപാത നിർമ്മാണത്തിനെടുക്കുന്ന വായ്പ കേന്ദ്രത്തിൻ്റെ വായ്പയായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഈ മുൻകൈ തകർക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. നമ്മളും അതിനെതിരായിട്ട് പോരാടുമ്പോൾ ശരി എന്നാൽ ഞങ്ങൾ മുഴുവൻ റവന്യൂ ആക്കാം, എന്നിട്ടപ്പോൾ നിങ്ങൾ തടയുമോ ചോദിക്കേണ്ടി വരും. നമുക്ക് ഈ റോഡും പാലും ഒക്കെ കൂടിയേ തീരും.